നമ്മളവിടെ ഇപ്പോൾ ഉള്ളത് തൂതപ്പാലം, പുതിയ പാലത്തിന്മേട്ടല്ലേ നസീബ് പറഞ്ഞ. തൂതപ്പുഴനെ അല്ലെങ്കിൽ തൂതപ്പാലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറം പാലക്കാട് ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന പ്രകൃതി ഭംഗി തുളുമ്പുന്ന നമ്മുടെ ശാന്തമായ തൂതപ്പുഴ കേട്ടോ. അതിന് കുറുകെയുള്ള ഈ പാലത്തിന്മേലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതിൽ എന്താ പറയുക, കാര്യങ്ങളും ടാറിങ്ങിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി പഴയ പാലും പുതിയ പാലും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പഴയ പാലം എന്ന് പറയുന്നത് ഒരുപാട് പഴക്കമുള്ള ഒരു പാലമാണത്. അതിൽ നിന്നിപ്പോൾ വ്യത്യസ്തമായിട്ട് പുതിയൊരു പാലം നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എന്താ പറയുക, അവസാന മിനുക്ക് പണികളിലേക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ പഴയ പാലത്തിലൂടെ നമ്മൾ സ്കൂളിലൊക്കെ പോയിരുന്ന സമയത്ത് എന്താ പറയുക, അങ്ങനെ നടന്നു പോയിരുന്ന ഒരു പാലമാണ് പഴയ പാലം. ആ കാലത്ത് അല്ലെങ്കിൽ കുറേ മുമ്പ് അതൊന്ന് ഇതുപോലെ കേടുപാടൊക്കെ സംഭവിച്ചിട്ട് പിന്നെ ചെറുതായിട്ട് നമ്മൾ ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ടായി. ഇപ്പോൾ നിലവിൽ പുതിയ പാലം വരുന്ന അവിടെയായിട്ടൊരു നടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാലം മോഡൽ സംഭവം ഉണ്ടാക്കുന്നത്. അത് നമ്മൾ സ്കൂളിലൊക്കെ പോയ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട്. അത്തരത്തിലുള്ള ഒരു നടപ്പാലം ഉണ്ടാക്കിയത് നമുക്ക് ഓർമ്മയുണ്ട്. ഈ പാലത്തിൻ്റെ പണി നടക്കുന്ന സമയത്ത്, ഈ പാലം എന്താ പറയുക, പുതുക്കി പണിയുന്ന സമയത്ത് അത്തരത്തിലൊരു നടപ്പാലം ഇത്തരത്തിൽ ഉണ്ടാക്കിയതായിട്ട് ചെറിയ ഓർമ്മയുണ്ട് കേട്ടോ. അപ്പോൾ പുഴയിലിപ്പോൾ വെള്ളം എങ്ങനെ എന്താ പറയുക, ചെറുതായിട്ട് അവർ അത് മാറ്റി വിടുകയാണ് സൈഡിലൂടെ. അതിലൊരു ചെറിയ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് സംഭവം. അടിപൊളിയായിട്ട് പണിയെടുക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിലും പച്ചപ്പ് മറ്റേ അടിപൊളി കാണാനൊക്കെ നല്ല രസമാണ്. എന്തായാലും കൂടുതൽ വൈകാതെ തന്നെ അത് ഉദ്ഘാടന പ്രവൃത്തികൾ ഉണ്ടാവും എന്നാണ്. അല്ലെങ്കിൽ ഉദ്ഘാടനം കഴിച്ച് നമുക്ക് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പാകത്തിന് ആയി മാറും. അടുത്ത് തന്നെ ഉദ്ഘാടനം ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടോ. എന്തായാലും എന്താ പറയുക, തൂതപ്പാലം ഇപ്പോൾ പഴയ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പാലമായതുകൊണ്ട് തന്നെ രണ്ട് വാഹനങ്ങളൊക്കെ വലുതായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുന്നൊരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു പരിഹാരം കൂടിയായി നല്ല അടിപൊളിയായിട്ട് പുതിയ പാലം വരുന്നുണ്ട്. ഏതായാലും ചെർപ്പശ്ശേരി പെരിന്തൽമണ്ണ പോകുന്ന ആളുകൾക്കൊക്കെ വളരെയധികം ഉപയോഗപ്രദമാകുന്ന ഒരു സംഭവം കൂടിയാണിത്. ഇതിന് കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് തൂതമുണ്ടൂർ ദേശീയപാത കേട്ടോ. അതിൻ്റെ ഒരു തുടർച്ച, ആ പണിയുടെ കൂടെ തന്നെ ചെയ്യുന്ന സംഭവം തന്നെയാണ് ഈ തൂതപ്പുഴയുടെ ഈ തൂതപ്പാലം എന്ന് പറയുന്ന സംഭവം കേട്ടോ. എന്തായാലും അടിപൊളി റോഡും കാര്യങ്ങളൊക്കെയാണ്. നമ്മളൊരു 2 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 2 വർഷമൊക്കെ മുമ്പ് വന്നിരുന്ന ആ ഒരു ലെവലൊന്നുമല്ല ഇപ്പോഴത്തെ റോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. മുമ്പൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, മലപ്പുറം ജില്ലയിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡുകളും പാടങ്ങളൊക്കെ അടിപൊളി റോഡുകളാണെന്നൊക്കെ പറയാം. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ തന്നെ നല്ല അടിപൊളി റോഡുകളുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ തൂതമുണ്ടൂർ റോഡ്, അതേമാതിരി ചെർപ്പളശ്ശേരി റോഡ് എല്ലാം ഒന്നിനൊന്ന് മികച്ച സംഭവങ്ങളാണ് കേട്ടോ. ഓരോ റോഡും ഇപ്പോൾ നല്ല മികച്ചതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യട്ടോ. ഓക്കെ, ബൈ.